കഥ മനസ്സിലാവണ്ട. ജോണിനോട് ജോണി പറഞ്ഞ കാരണം വേറെ പറഞ്ഞോ. അപ്പൊ ആ ടിപ്പ് തട്ടിയത് എന്തുകൊണ്ടാന്നുള്ളത് എനിക്ക് ആൾ കുട്ടിക്കാളെ കുട്ടി ആർക്കുണ്ടായിട്ടില്ല. അപ്പം ഈ പുതിയ ചെയ്യുവാനായിരുന്നു. കാരണം എല്ലാവരും ടിപ്പ് തട്ടിയതാൽ ചിലപ്പം എന്ത് ചെയ്യും, വേറെ പല പുതിയ വെച്ച് പഴയതുപോലെ വാങ്ങാതെ ഇന്നാലും അപ്പം വീണ്ടും സുപ്രധാന പ്രശ്നം. അതിനാണ് എൻ്റെ മാത്രം കട്ടിയത്. മനസ്സിലായോ? അത് ഫസ്റ്റ് പിന്നെ കിട്ടുന്നതിന് മുന്നേ തന്നെ കാതൽ ട്രിപ്പ് കട്ടാന്നുള്ളതായിരുന്നു നമ്മള്. എടാ കുട്ടി, ഞാൻ എന്താ പറഞ്ഞ മീറ്റിംഗ് എന്താ പറഞ്ഞത്? ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ കാതലിന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഒരു ഡ്യൂട്ടി സമയത്ത് അത് പറഞ്ഞിട്ട് നേരിട്ട് നമ്മൾ നേരിട്ട് പറഞ്ഞല്ലോ. കാതൽ ഈ ധോണി കറക്റ്റ്, അത് ധോണി കംപ്ലൈന്റ് എന്നുള്ളത് കറക്റ്റ് കാര്യം തന്നെ. നമ്മക്കോട് കൊണ്ട് കൊടുക്കാൻ പോയി ഡ്യൂട്ടി സമയത്ത്. അത് എവിടെ നിൽക്കുന്ന സമയം എന്നറിയോ? കിച്ചണിൽ നിൽക്കുന്നതാണോ? കിച്ചണിൽ നിൽക്കുന്ന സമയം. കിച്ചണിൽ ഒരു സെക്കൻഡ് മാറാനൊക്കത്തില്ല. കിച്ചണിൽ എപ്പോഴും തിരക്കുന്ന ഒരു സമയമാണ്. പക്ഷെ അത് ഞാൻ മീറ്റിംഗിൽ പറഞ്ഞല്ലോ, പെരേരൻ്റെ മുന്നിൽ നിങ്ങളെ മുന്നിൽ തന്നെ പറഞ്ഞത്. അത് ആ സ്പോട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ശരി ഭാഷ പിറ്റേന്ന് നമ്മൾ സംഭവിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ആ കാരണം കൊണ്ടാണ് ഇത് ടിപ്പ് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്തോണ്ടേക്ക് പ്രശ്നമില്ല. അത് ഞാൻ പറഞ്ഞു. ജമാൽ 2 മണിക്കൂർ എവിടെ പോയി? എന്താ കട്ട് ചെയ്യാത്ത? ആ ചോദ്യം വന്നപ്പോൾ ഈ ചോദ്യം പോയി എവിടുന്ന്? ഇന്റെ കട്ടികളുടെ പ്രശ്നം ജമാൽ എന്തുകൊണ്ട് കട്ടിയില്ല ഞാൻ ചോദിച്ചപ്പോ ചോദിച്ചത്. അപ്പൊ അത് പോയി. അപ്പൊ പ്രശ്നം ഞാൻ പറഞ്ഞു ഒഴിവാക്കി. ഇനി ഉണ്ടാവരുതെന്ന് പറഞ്ഞു. മനസ്സിലാക്കുന്നത്? അപ്പൊ എന്താ നേരെ പറഞ്ഞത്? ഞാൻ അവനോട് പറഞ്ഞേക്കണേ ടിപ്പ് കട്ട് ചെയ്യുന്നു. 2 മണിക്കൂറൊക്കെ ഞങ്ങൾ പുറത്ത് നിന്നു. 15 മിനിറ്റ് 2 മണിക്കൂർ അടിസ്ഥാന രഹിതാണ്. അത് 100 കംപ്ലൈന്റ് പാത്രവും വന്നിരുന്നു. പറഞ്ഞെടുത്തു. ജോഡി പറഞ്ഞിങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ വണ്ടി റോഡിൽ പോകുന്നില്ല പറഞ്ഞെടുത്തു. അപ്പോൾ എന്നോട് ജോലി ചോദിച്ചു, സംഭവം മനസ്സിലാക്കണേ. എന്നെ ബാത്റൂം വന്ന് നോക്കി, അവിടെ ഇവിടെ വന്ന് നോക്കി, എന്നെ സാധനം കാണുന്നില്ല. എവിടെയൊക്കെ പോയി 2 മണിക്കൂർ എന്നെ കാണുന്നില്ല. 2 മണിക്കൂറിനുള്ളിൽ വെറുതെ പണ്ടാക്കിയതാണ്. ഇവരിവിടെ കടന്നു തുടങ്ങുന്നു. ഈ ജമൂറിലേക്ക് ഇവിടെ എന്നോട് നാസൊക്കെ പറയണം. ജമൂറിലേക്ക് ഇവിടെ ഇന്നിപ്പം നാസൊക്കെ പറഞ്ഞു. ഇവിടെ ഈ ബംഗാളികൾ കടക്കുന്ന ഇരിക്കുന്ന പിടി വെക്കുന്നതിന് ഞാൻ പരാതിയില്ല. അപ്പൊ അതൊന്നും ഇവര് പറയണ്ടേ? ഇവരാരും പറയുന്നില്ല. ഒരു ചന്നിയുണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷ് മലയാളം പറഞ്ഞാൽ സണ്ണിക്കെന്താ കംപ്ലൈന്റ്? ഞാൻ എന്റെ കാര്യം പറഞ്ഞു. അല്ല എല്ലാവരുടെ കാര്യം പറയണം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പോയത്. അല്ല എല്ലാവരുടെ കാര്യത്തിനോട് ഞാൻ എന്നൊക്കെ പറഞ്ഞു. അന്റെ കാര്യം മാത്രം എല്ലാവരും. ഞാൻ എന്റെ കാര്യം മാത്രമാണ് പറഞ്ഞു. എന്റെ കാര്യം അല്ല പറഞ്ഞ എനിക്കുള്ള കാര്യം. പിന്നെ ബക്കറ് എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് വെറുപ്പാവും. അതിന് എന്തിനാ തന്നെ വാങ്ങായിരുന്ന നമുക്ക് ടിപ്സ് വായി പോയില്ല. വേറെ ആരുണ്ട്? സണ്ണിക്കെന്താ കംപ്ലൈന്റ്? ഈ ടിപ്പ് മേടിക്കാനായിരുന്നത് ഞാൻ പറഞ്ഞു. മേടിക്കുന്നവരും മേടിച്ചോളാൻ പറഞ്ഞു. സ്ട്രോങ് ആക്കിയാനാ. വേറെ കാര്യമുണ്ട്. അതെല്ലാവരും കൂടെ വേണ്ടി. അല്ലെ വേറെ ഒരു കാര്യം ഞാൻ അങ്ങനെ ഒരു ന്യായം പറഞ്ഞോട്ടെ. എനിക്ക് നിന്റെ അത്ര പിന്നെ എൻ്റെ ഒക്കെ പറഞ്ഞ എന്താ പറയുക, ഈ ടിപ്പ് പോലും നിനക്ക് ഫുൾ ടിപ്പ് തരാം. ഒരു മിനിറ്റ്, നിനക്ക് ഫുൾ ടിപ്പ് തരാം. നീ മേടിച്ചോളാൻ പറഞ്ഞു. എൻ്റെ നീ എനിക്ക് ഫുൾ ടിപ്പ് തരാം. നീ എന്താ മേടിക്കാൻ പറഞ്ഞു. എൻ്റെ കാശ് വേണ്ടിയിട്ട് അങ്ങോട്ട് എനിക്ക് കാശ് മേടിക്കാൻ പേരല്ല എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ ഒരു നാളെ വേണ്ടി നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ? പഴയ ആൾക്കാരെ നൗഫലിനെ കൂടെ ചോദിച്ചു നോക്കും. എനിക്ക് ഫുൾ ടിപ്പ് തരാം. എനിക്ക് ഫുള്ള് അങ്ങനെ തരാമെന്ന് പറഞ്ഞു ടിപ്പ്. അങ്ങനെ ഉണ്ട്. എനിക്ക് വേറെ സ്ത്രീയാണെങ്കിൽ എനിക്ക് പോയി മേടിക്കാറുണ്ട്. കുട്ടിപ്പ് മേടിക്കാറുണ്ട്. എനിക്ക് ആരുടെ വെറുപ്പം ബാധിക്കത്തില്ല. കണക്ക് കുറച്ച് തരുമ്പോൾ പ്രശ്നം അവരെ കഴിഞ്ഞു. ഏത് പുതിയ ആൾക്കാർ കണക്ക് മാത്രം തരുമ്പോൾ അല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പൊ ഇന്നോട് അങ്ങനെ പറയാണ്. കാരണം കണക്ക് കുട്ടിപ്പരാ എനിക്ക് ഞാൻ വാങ്ങുമ്പോൾ അത് പ്രശ്നമല്ല. പിന്നെ അല്ല വാങ്ങുമ്പോ അല്ല കുട്ടിപ്പാറാന്ന് പറയുമ്പോൾ കാതൽ അതെ പോയി മേടിക്കുള്ളൂ. ഞാൻ അങ്ങനെ ബേർഡ്സ് കരുതിക്കോ ചെയ്യും. സപ്പോസ് അങ്ങനെ ബേർഡ്സ് കരുതിക്കോ. ആരാരും മേടിക്കത്തില്ല. അങ്ങനെ ബേർഡ്സ് കരുതിക്കോ. അങ്ങനെ മേടിച്ചാൽ പിന്നെ എല്ലാരും കൂടെ മേലെ പോകൂലേ? ആരാരും മേടിക്കത്തില്ല പോകൂലേ? അങ്ങനെ ബേർഡ്സ് കരുതിക്കോ. അല്ല കുറ്റബോധം കൊണ്ട് അങ്ങനെ ബേർഡ്സ് കരുതിക്കോ. സ്വന്തം കാര്യം ചിന്താപാത എന്ന് കരുതിക്കാതെ ബേർഡ്സ് കരുതിക്കോ. അങ്ങനെ മേടിച്ചാൽ എല്ലാവരും പിന്നെ പ്രശ്നങ്ങൾ കൂടുതൽ ചെയ്യാം. നമ്മുടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കൂലേ? ഇപ്പോഴത്തെ മാത്രം കൊടുക്കല് പിന്നെ മേലെ പോകൂല. പ്രശ്നം കുറിച്ചാൽ ചെയ്യാം. അതെങ്ങനെ ചെയ്യൂ? അപ്പൊ എന്നോട് പറഞ്ഞെങ്കിൽ ഉണക്ക് മനസ്സിലാക്കണം. അതാണ് ഇടയ്ക്ക് വേറെ ഇപ്പൊ എനിക്ക് ഞാൻ മാത്രം വാങ്ങിപ്പോ
പോട്ടെ ഇനി ഭർത്താൻ പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞത് കഴിഞ്ഞ്